ചെന്നൈയിലുള്ള കോടമ്പാക്കം അയ്യപ്പൻ ഗുരുവായൂരപ്പൻ ടെമ്പിൾ ആണ് ഇത് ഞാൻ മുമ്പ് ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ കോടമ്പാക്കം അയ്യപ്പൻ ഗുരുവായൂരപ്പൻ ടെമ്പിളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഒരു ചെറിയൊരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത്, അതായത് ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ എല്ലാ പ്രോഗ്രാമിനും പോകാറുണ്ട്. അപ്പോഴൊക്കെ കാണുന്ന ഒരു മുഖമാണ് നമ്മുടെ മോഹൻ ചേട്ടൻ്റേത്. മോഹൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ല. നമ്മുടെ സുജാത ചേച്ചിയുടെ ഹസ്ബൻഡ്, അതായത് നമ്മുടെ എല്ലാവരുടെയും പാർട്ട് ഓഫ് അവർ ലൈഫായ, ചെറുപ്പം മുതലേ കേട്ട് പരിചയമുള്ള ശബ്ദവും കണ്ട് പരിചയമുള്ള ആ ചിരിയും എളിമയും മലയാളികളുടെ മനസ്സിൽ എന്നും മങ്ങാതെ മായാതെ നിൽക്കുന്ന ഒരു ഫാമിലി. ശ്വേതയടക്കം, ശ്വേതയുടെയും ഫാമിലിയും സുജാത ചേച്ചിയുടെ ഫാമിലിയും ഒക്കെ നമ്മൾ മനസ്സിൽ എന്നും നമ്മൾ താലോടിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാമിലിയാണ്. ചിത്ര ചേച്ചി വേറെ. ചിത്ര ചേച്ചിയുടെ കാര്യത്തിലേക്ക് ഞാൻ പിന്നീട് വരാം കേട്ടോ. അപ്പോൾ ഇവരൊക്കെയാണ് നമ്മുടെ അടുത്ത ബന്ധുക്കൾ എന്ന് വേണമെങ്കിൽ പറയാം. അവർക്കും നമ്മളൊക്കെ കാണുമ്പോൾ അങ്ങനെ തന്നെയാണ്. അവരുടെ ബന്ധുവായിട്ടോ അല്ലെങ്കിൽ അവരുടെ പാർട്ട് ഓഫ് അവർ ലൈഫ്, അവരുടെ ലൈഫിലുള്ള ആൾക്കാരായിട്ടാണ് അവർ നമ്മളെയും കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് അവരെ നേരിൽ കാണുമ്പോഴാണ്, നേരിൽ കണ്ട് സംസാരിക്കുമ്പോഴാണ് അത് മനസ്സിലാകുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ സുജാത ചേച്ചിനെ കണ്ടു, അത് പറയാനാണ്. ആ ഒരു സന്തോഷമാണ് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. സുജാത ചേച്ചിനെ കണ്ടു, ഞാൻ സംസാരിച്ചു, കുറേ നേരം സംസാരിച്ചു, ഫോട്ടോസ് എല്ലാം എടുത്തു. മോഹൻ ചേട്ടനും അതേപോലെ എത്ര സന്തോഷമാണ്. ഞാൻ ഇവരെയൊക്കെ എയർപോർട്ടിൽ വെച്ച് കണ്ടാലും ഞാൻ അവരെ അത്രയ്ക്ക് ഡിസ്റ്റർബ് ചെയ്യണ്ട എന്ന് വിചാരിച്ച് അവരുടെ അടുത്ത് പോകാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും ഞാൻ ഇനിഷ്യേറ്റീവ് എടുക്കാറില്ല. പക്ഷേ ഇന്ന് വളരെ പ്രസന്നതയായിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ സുജാത ചേച്ചീനെയും മോഹൻ ചേട്ടനെയും കണ്ടത്. മാത്രമല്ല മോഹൻ ചേട്ടനെ എനിക്ക് ഒരുപാട് പ്രാവശ്യം ഈ അമ്പലത്തിൽ പല പ്രോഗ്രാംസിനും കണ്ട് പരിചയമുള്ളത് കൊണ്ടും എനിക്ക് ധൈര്യമായിട്ട് അടുത്ത് പോകാനും സംസാരിക്കാനും പറ്റി. പറഞ്ഞു വന്നപ്പോൾ ഞങ്ങളുടെ ഫാമിലീനെ അറിയുന്നതാണ് സുജാത ചേച്ചിക്ക് ഓൾറെഡി, പക്ഷേ എന്നെ പേഴ്സണലി അറിയില്ല എന്നേ ഉള്ളൂ. പക്ഷേ എന്നാലും സുജാത ചേച്ചി ഞങ്ങളോട് വളരെ നല്ല സന്തോഷമായിട്ടും വളരെ തമാശയൊക്കെ പറഞ്ഞ് നല്ല ജോവിയലായിട്ടാണ് ഞങ്ങളോട് സംസാരിച്ചതൊക്കെ. അപ്പോൾ ഞാൻ ആ ഒരു ഫോട്ടോസ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നു. സുജാത ചേച്ചിയാണെങ്കിൽ അടിപൊളിയായിട്ടോ, പറയാതിരിക്കാൻ വയ്യ. മോഹൻ ചേട്ടനാണെങ്കിൽ അതിലും കൂടുതൽ. എന്തായാലും സുജാത ചേച്ചിയുടെ മോഹൻ ചേട്ടൻ്റെയൊക്കെ ആ ഫാമിലി, ആ ബോണ്ട് അടിപൊളിയാണ്. അവരുടെ ബോണ്ടിങ്ങിനും അവരുടെ ആയുസ്സിനും അവരുടെ ആ ശബ്ദത്തിനും ദീർഘായുസ് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിനി അമ്പലത്തിലെ വിശേഷങ്ങളിലേക്ക് പോവുകയാണ്. രാവിലത്തെ ഉദയാസ്തമന പൂജയെല്ലാം കഴിഞ്ഞ് പ്രസാദം വാങ്ങി വീട്ടിലേക്ക് മടങ്ങി. പിന്നെ വൈകുന്നേരം താലപ്പൊലിയുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ വൈകിട്ട് ഞാൻ റെസ്റ്റ് എടുത്ത് ഞാൻ ഇതാ അമ്പലത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇന്നിവിടെ താലപ്പൊലിയാണ് എടുക്കാൻ പോകുന്നത്. ശീവേലി കഴിഞ്ഞിട്ട് ശീവേലിയുടെ ഒപ്പം തന്നെയാണ് താലപ്പൊലി വരുന്നത്. അതായത് നമ്മുടെ അയ്യപ്പനെ ഉള്ളിൽ നിന്നും ആവാഹിച്ച് പുറത്തേക്ക് എടുത്ത് ഇതാ ഈ കാണുന്ന ഈ രഥത്തിൻ്റെ ഉള്ളിൽ ഇരുത്തി വലിച്ചു കൊണ്ടുവരികയാണ് രഥം. ആ സമയത്ത് നമ്മളെല്ലാവരും, നമ്മളെന്ന് വെച്ചാൽ ഏകദേശം ഒരു 13 പേരെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഏകദേശം സമയം 9 മണി കഴിഞ്ഞു. അപ്പോൾ ഈ സമയത്താണ് നമ്മൾ താലം എടുത്തു നിൽക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള പ്രതിഷ്ഠകൾ നേരത്തെ പറഞ്ഞിരുന്നു, ഗുരുവായൂരപ്പനും അയ്യപ്പനും ദേവിയുമാണ് ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠകൾ. കൂടാതെ നാഗങ്ങളുണ്ട്, പിന്നെ നവഗ്രഹങ്ങളും ഉണ്ട്, മുരുകനുണ്ട്, കൂടാതെ ഗണപതിയുമുണ്ട്. പ്രത്യേകിച്ച് ഇവരൊന്നും പറയേണ്ട ആവശ്യമില്ല. ഗണപതി എല്ലാ അമ്പലങ്ങളിലും പ്രതിഷ്ഠയായിട്ട് ഉണ്ടാവാറുണ്ടല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ ഉൾവശം. പ്രതിഷ്ഠയൊന്നും നമ്മൾ ഡയറക്റ്റ് അങ്ങനെ ഫോട്ടോസ് എടുക്കാനോ ഫോട്ടോഗ്രാഫി എടുക്കാനോ വീഡിയോഗ്രാഫി എടുക്കാനോ ഒന്നും അനുവാദമില്ല. പക്ഷേ പുറമേയുള്ള ഈ കാഴ്ചകളെല്ലാം, അതായത് പ്രത്യേകിച്ച് ഈ ശീവേലിയും കാര്യങ്ങളും ആ ഒരു പഞ്ചാരിമേളം ഒക്കെ കേൾക്കാനും ആസ്വദിക്കാനും വേണ്ടി ആൾക്കാരൊക്കെ വീഡിയോ എടുക്കുന്നത് കൊണ്ട് തെറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ എടുത്തത്. പിന്നെ ഇതൊക്കെ എല്ലാവർക്കും ലൈഫിലുണ്ടാവുന്ന ചെറിയ ചെറിയ നല്ല നല്ല മൊമെൻറ്റ്സ് അല്ലേ ഈ താലം എടുക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതൊക്കെ ഒരുപാട് പേര് അവരവരുടെ ഫാമിലി മെമ്പേഴ്സ് അതിലുണ്ടെങ്കിൽ വീഡിയോ എടുക്കുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിലും എൻ്റെയും വീഡിയോ വന്നു എന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് വീഡിയോ എടുക്കാൻ കാരണം. അതർവൈസ് നമ്മൾ പ്രതിഷ്ഠയൊന്നും ഡയറക്റ്റായിട്ട് ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ മെയിനായിട്ടുള്ള പ്രതിഷ്ഠകളൊന്നും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല, അങ്ങനെ എടുക്കാനും പാടില്ലാത്തതാണ് കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ രഥം വലിച്ചുകൊണ്ട് വരുമ്പോൾ നമ്മളിങ്ങനെ താലപ്പൊലി എടുത്തുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ വളരെ സന്തോഷമായിട്ട് താലപ്പൊലി എടുത്ത് ഭഗവാനെ വരവേൽക്കുന്നതിൽ ഒരു പാർട്ടാവാൻ പറ്റിയത് തന്നെയാണ് ഞാനൊരു ഭാഗ്യമായിട്ട് അതിനെ കണക്കാക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഈ രഥത്തിൻ്റെ ഉള്ളിലിരിക്കുന്നത് അമ്പും വില്ലുമെല്ലാം ഏന്തി വരുന്ന നമ്മുടെ ഹരിഹരസുധൻ, അതായത് നമ്മുടെ അയ്യപ്പനാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാമിയെ ശരണം.